നമ്മുടെ മലയാളികളുടെ ഒക്കെ പ്രിയപ്പെട്ട ആള് ഇടിവേള ബാബു, പുള്ളിയായിട്ട് ഒരു വിവാദം, എന്താ സംഭവം അത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്നുള്ള മൊത്തത്തിലൊരു പാട്ട് റീല് വരുന്നു, പാട്ട് വരുന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ധമാക്ക എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിക്കുമ്പോൾ ആ പാട്ട് ആ സമയത്ത് അന്ന് ടിക്ടോക്ക് അല്ല, മ്യൂസിക്കലി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. മ്യൂസിക്കലി അല്ലേ, മ്യൂസിക്കലി, അതെ. അപ്പൊ അതിലിങ്ങനെ വീഡിയോ എടുക്കുക, അത് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഭയങ്കര അന്ന് പ്രായം കൊണ്ട് ചെറുതാ. എനിക്ക് തോന്നുന്നു ആ പടത്തിനകത്തും ഈ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പാട്ട് അവിടെ അവിടെ ഇങ്ങനെ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആര് നേഹയുടെ എന്തോ എൻട്രിക്ക് എന്തോ. അപ്പൊ ഞാൻ നമുക്ക് എപ്പോഴും മ്യൂസിക്കൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ആ പടത്തിലില്ല, നമ്മൾ കാരവാനിൽ വെയിറ്റ് ചെയ്യാണ്. ഞാനുണ്ട്, ബാബുചേട്ടനുണ്ട്, മമ്മിയുണ്ട്, ആരൊക്കെയാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ബാബുചേട്ടാ, ഞാൻ ബാബുചേട്ടാ എന്ന് പറയുമ്പോൾ ഒന്ന് എൻട്രി കൊടുക്കാമോ? ആ പിന്നെ പുള്ളി വെറുതെ വന്നതാ, ഒരു കാര്യമില്ലാതെ. അപ്പൊ വീഡിയോ എടുത്തു, മഞ്ഞ മഞ്ഞ ബൾബുകൾ ചേട്ടാ ഒന്ന് പറഞ്ഞ് നമ്മൾ തമാശക്കായിരുന്നു. നമ്മളവിടെ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ ചിലപ്പം ഫണ്ട് റീൽ എടുക്കില്ല, ഇതൊക്കെ പിന്നെയാണ് പ്രശ്നമാവണം നമ്മൾ ചിന്തിക്കില്ല. ഇത് കഴിഞ്ഞ് അന്ന് ആ പാട്ടും ആ വീഡിയോ ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, ഭയങ്കര കോമഡി ഒക്കെ ആൾക്കാർ പറയുന്നത്. അത് എവിടേക്കോ ഞാൻ കണ്ടു, എൻ്റെ ഒരു അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു ദിവസം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ സാധനം ഇങ്ങനെ ഉൾട്ടമറിയാണ്. എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു.